കേരയിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനം കുറഞ്ഞ കോലാഹലമൊന്നുമല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പദ്ധതി ജനങ്ങളെ വിഭജിക്കുമോ, നാടിനെ വിഭജിക്കുമോ, നാടിനെ സാധ്യതയാകുമോ അതോ ബാധ്യതയാകുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നിരവധി. വികസനത്തെ എതിർക്കുന്നവർ എന്നും ഉണ്ടാകുമെന്ന ഒറ്റ ഉത്തരം കൊണ്ട് ഈ ചോദ്യങ്ങളെ ആകെ മറിച്ചു തള്ളാമെന്ന് സർക്കാർ വിചാരിക്കുന്നുണ്ടോ? എങ്കിലത് പാടില്ല. കാരണം പദ്ധതിയുടെ എല്ലാവിധത്തിലുമുള്ള ഭീമാകാരത ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അവരെല്ലാം തന്നെ ഇങ്ങനെ ചോദിക്കുന്നു: കേരളത്തിൻ്റെ കുറിയ നീളത്തിനുള്ളിൽ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ജീവിക്കുന്ന കുറേ പേർക്ക് മാത്രം പ്രയോജനപ്പെടുന്നതാണോ പദ്ധതി? അങ്ങനെയൊരു പദ്ധതി സാധുവാണോ? അതിനുവേണ്ടി കേരളത്തിൻ്റെ നെടുനീളത്തിൽ വിഭജനരേഖ പോലെ ഒരു ട്രാക്ക് വേണോ? ചൈനയിൽ 200 കിലോമീറ്ററിൽ കുറയാത്ത വേഗമുള്ള നിരവധി അതിവേഗ ട്രെയിനുകളുണ്ട്. അവയൊക്കെ ആളൊഴിഞ്ഞ വിസ്തൃതമായ ഭൂപ്രദേശം മുറിച്ചോടുന്നവയാണ്. അത്തരം ട്രെയിനുകളും പാതയും കേരളത്തിനെ വഹിക്കാവുന്നതാണോ? കുടിയൊഴിപ്പിക്കലിനെ നിസ്സാരമായി കാണാൻ മാത്രം സാധ്യത ഈ പദ്ധതിക്ക് യഥാർത്ഥത്തിലുണ്ടോ എന്നതാണ് മറ്റൊരു പ്രധാന സംശയം. ആർക്കോ വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ ജീവിതം താറുമാറാകാതെ സംരക്ഷിക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം മാത്രം മതിയാകുമോ? അനുഭവം വെച്ച് നോക്കിയാൽ പ്രഖ്യാപനം എങ്ങനെ വിശ്വസിക്കും? പരിസ്ഥിതി മേലുള്ള ആഘാതം, ലാഭസാധ്യത, പദ്ധതിയുടെ അതിബൃഹത്തായ സാമ്പത്തിക ബാധ്യത, പിന്നെയും നിൽക്കുന്നു ചോദ്യങ്ങൾ ബാക്കി. സർക്കാർ ഇതുവരെ വിശദാംശങ്ങൾ ജനങ്ങളെ മതിയാവണ്ണം കേൾപ്പിക്കുകയോ അവരെ ക്ഷമാപൂർവം കേൾക്കുകയോ ഉണ്ടായില്ലെന്നാണ് പരാതി. ജനങ്ങളുടെ ഓർമ്മയിലുള്ളത് കൊച്ചി മെട്രോ റെയിലിൻ്റെ അനുഭവം. അതവർക്ക് തൃപ്തി നൽകിയിട്ടില്ല. കാരണം നഗരത്തിലെ ഗതാഗത തിരക്കിൻ്റെ ലഘൂകരണം സാധ്യമായോ? മെട്രോ ലാഭകരമായോ? ലാഭകരമാകുമോ? നഗരത്തിലൊരു നെടിയ മേൽക്കുര ഉണ്ടായി എന്നതിനപ്പുറം സാരവത്തായ നേട്ടം മെട്രോ റെയിൽ കൊണ്ടുണ്ടോ എന്നൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥ. തൊഴുത്തിൽ കെട്ടിയ ആനയെപ്പോലെയാണോ മെട്രോ റെയിൽ? നഗരാത്ഭുതം എന്ന സങ്കല്പം മാത്രമാണോ അതിപ്പോൾ എന്നീ ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടിയോടെ സർക്കാർ മെട്രോ റെയിലിനെ കുറിച്ച് വിശദീകരണം നൽകുമോ? അത് ചെയ്തിട്ട് കേരയിൽ സംബന്ധിച്ചു കൂടി വിശദീകരിച്ചാൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ആർജവമാകും. ജനങ്ങളുടെ വിശ്വാസം നേടാനും ഉറപ്പിക്കാനും അത് ആവശ്യമാണെന്ന് സർക്കാരിനെ ഓർമ്മിപ്പിക്കട്ടെ.